ഹായ് ഫ്രണ്ട്സ്, അക്കൗണ്ടിങ്ങിന് 3 ബ്രാഞ്ചസ് ഉണ്ട്. ഏതൊക്കെയാണ് അതൊന്ന് നോക്കാം. ഒന്ന് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇതൊരു സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് ആണ്. കമ്പനിയുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ ട്രാക്ക് ചെയ്യുവാൻ വേണ്ടിയാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ചെയ്യുവാൻ ദർ ആർ സർട്ടൻ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് ഉണ്ട്. അത് ഇൻ്റർനാഷണലി അക്സെപ്റ്റഡ് ആണ്. പിന്നെ പ്രസൻറ്റിങ് ഫൈനാൻഷ്യൽ റിപ്പോർട്ട് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് എന്തൊക്കെയത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമാണ് മെയിനായിട്ട് ഫൈനാൻഷ്യൽ അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഗിവൺ ടു പീപ്പിൾ ഔട്ട്സൈഡ് ഓഫ് ദ കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് ഔട്ട്സൈഡിലുള്ള ബാങ്ക്സ് ഉണ്ട്, ക്രെഡിറ്റേഴ്സ് ഉണ്ട്, ഗവൺമെൻറ്റുണ്ട്. ഇവർക്കൊക്കെ നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ പൊസിഷൻ അറിയണം. അതിന് കമ്പനിയുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും അവർക്ക് കണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ കഴിഞ്ഞ ഒരു വർഷം കമ്പനിയുടെ പെർഫോമൻസ് എത്രയുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഫൈനാൻഷ്യൽ അക്കൗണ്ട്സിൽ പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനിയുടെ ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്ത് അതൊരു പ്രസൻറ്റബിൾ ഒരു ഇൻഫർമേഷൻ ആക്കി കൊടുക്കുകയാണ് ത്രൂ സം സ്റ്റേറ്റ്മെൻറ്റ്സ്. അതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും. ഇത് കമ്പനിക്കകത്തും കമ്പനിയുടെ പുറത്തുള്ള കമ്പനിയുടെ യൂസേഴ്സിനും ആവശ്യമാണ്. 2 കോസ്റ്റ് അക്കൗണ്ടിങ്. ഇതിനകത്ത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട് കോസ്റ്റ് അക്കൗണ്ട് ചെയ്യുക. അതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. എയിംസ് ടു ക്യാപ്ചർ ദ കമ്പനീസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ഒരു കമ്പനി സർവീസാണ് ചെയ്യുന്നതെങ്കിലും ഒരു കമ്പനി പ്രൊഡക്ഷൻ മാനുഫാക്ചറിങ് ആണെങ്കിലും കമ്പനിക്ക് കോസ്റ്റ് ഉണ്ട്, കമ്പനിക്ക് എക്സ്പെൻസ് ഉണ്ട്. അതിനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കോസ്റ്റ് അക്കൗണ്ടിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അസസിങ് ദ ഇൻപുട്ട് കോസ്റ്റ് ഓഫ് ഈച്ച് സ്റ്റെപ്പ് ഓഫ് പ്രൊഡക്ഷൻ. നമ്മുടെ ഓരോ പ്രൊഡക്ഷൻ്റെ സ്റ്റേജിലും എത്ര രൂപ കമ്പനിക്ക് എക്സ്പെൻസ് ആവുന്നുണ്ട്, എത്ര രൂപ കമ്പനി ചിലവാക്കുന്നുണ്ട് എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. കളക്റ്റിംഗ്, ക്ലാസിഫൈങ് ആൻഡ് റെക്കോർഡിംഗ് കോസ്റ്റ്. കോസ്റ്റ് അക്കൗണ്ട്സിൻ്റെ പ്രധാന ഉദ്ദേശം കോസ്റ്റ് കളക്ട് ചെയ്യുക. എത്ര രൂപ ആയി, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എത്ര രൂപ ആയി, അത് കളക്ട് ചെയ്യുക, അതിനെ ക്ലാസിഫൈ ചെയ്യുക. ഫിക്സഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും അങ്ങനെ ക്ലാസിഫൈ ചെയ്യുക. പിന്നെ അത് റെക്കോർഡ് ചെയ്യുക, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആക്കി എടുക്കുക. കോസ്റ്റ് ഷീറ്റ്, ജോബ് കോസ്റ്റിങ്, ഇതൊക്കെ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഇതാണ്, അതിനകത്തുള്ളതാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് കടക്കുന്നില്ല. എന്താണ് കോസ്റ്റ് അക്കൗണ്ടിങ്, എന്താണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നുള്ളൂ. പിന്നെ കോസ്റ്റ് അക്കൗണ്ടിങ് കൂടുതലും കമ്പനിയുടെ ഇൻറ്റേർണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്, അതായത് ഇൻറ്റേർണൽ യൂസേഴ്സിന് വേണ്ടിയാണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനും കൺട്രോൾ ചെയ്യുവാനും ഒക്കെ കമ്പനിക്കകത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡ് അവർക്ക് ആവശ്യമുണ്ട് ഡേറ്റ. അതിനുവേണ്ടിയാണ് നമ്മൾ കോസ്റ്റ് കളക്ട് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യും റെക്കോർഡ് ചെയ്യുകയും ചെയ്യുന്നത്. മൂന്നാമതായിട്ട് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൽ ഈ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ കിട്ടിയ ഡേറ്റ ഫിഗേഴ്സും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കിട്ടിയ ഫിഗേഴ്സും വെച്ച് നമ്മൾ മാനേജ്മെൻറ്റിന് വേണ്ടി അക്കൗണ്ട്സ് ഉണ്ടാക്കും. പ്രോസസ് ഓഫ് പ്രിപ്പയറിങ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട്സ്. കൂടുതൽ മാനേജ്മെൻറ്റിന് കൊടുക്കുന്ന റിപ്പോർട്ട് നമ്മുടെ കമ്പനിയുടെ വീക്ക്ലിയോ മന്ത്ലി ആയിട്ടുള്ള കമ്പനിയുടെ പെർഫോമൻസ് അല്ലെങ്കിൽ കമ്പനിയുടെ പൊസിഷൻ നമ്മൾ മാനേജ്മെൻറ്റിന് കൈമാറേണ്ടതായിട്ടുണ്ട്. അതിനാണ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നത്. അതിലൂടെ പിന്നെ പ്രൊവൈഡിങ് ആക്യുറേറ്റ് ആൻഡ് ടൈംലി ഫൈനാൻഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ട്, ഡേ ടു ഡേ ആൻഡ് ഷോർട്ട് ടൈം ഡിസിഷൻസ്, monthly or weekly reports for internal audiences, sales revenue, state of accounts payable, raw materials, wages analysis, etc. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഒരു ഇയർ എൻഡിലോ ഒക്കെയാണ് അതിൻ്റെ കംപ്ലീറ്റിലെത്തത്തുള്ളൂ. എന്നാൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് വീക്ക്ലി ഉള്ള റിപ്പോർട്ട് കൊടുക്കാം, മന്ത്ലി ഉള്ള റിപ്പോർട്ട് കൊടുക്കാം, ക്വാർട്ടർലി റിപ്പോർട്ട് കൊടുക്കാം, ഹാഫ് ഇയർലി റിപ്പോർട്ട് കൊടുക്കാം. എന്തിനാ കമ്പനിയുടെ പെർഫോമൻസ് ഓരോ ദിവസവും ഓരോ മാസവും അത് കറക്റ്റ് രീതിയിൽ അവർക്ക് ഡിസിഷൻ എടുക്കുവാൻ വേണ്ടി കമ്പനീൻ്റെ അകത്തുള്ള മാനേജ്മെൻറ്റിന് ഇതാവശ്യമാണ്. മാനേജ്മെൻറ്റ് റിപ്പോർട്ട്സ് അത് അക്കൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റാണ് കൊടുക്കുന്നത്. അപ്പം അക്കൗണ്ട്സിനെ നമുക്ക് 3 ബ്രാഞ്ചസ് ഉണ്ട് അക്കൗണ്ടിൽ. ഒരു കമ്പനിയുടെ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ 3 രീതിയിലുള്ള അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ട്. 1 ഫൈനാൻഷ്യൽ അക്കൗണ്ട്സ്, 2 കോസ്റ്റ് അക്കൗണ്ട്സ്, 3 മാനേജ്മെൻറ്റ് അക്കൗണ്ട്സ്. ഇത് ജസ്റ്റ് ഒരു ഓറിയൻറ്റേഷനാണ്. ഓക്കെ, താങ്ക് യു.